ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫിബ്നം ജോൺ. എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആടുകൾക്ക് രാവിലെ വെള്ളം കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാരന്മാർ നമ്മോട് ചോദിക്കാനുണ്ട്, നിങ്ങൾ ഏതൊക്കെ തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വെള്ളം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തീറ്റകളെ പിണ്ണാക്കൾ ഏതൊക്കെ യൂസ് ചെയ്യണേ, എങ്ങനെ ഇട്ട് കൊടുക്കണേ എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളത് ചെമ്പേട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തീറ്റ നമ്മൾ ഇടാൻ പോവാണ്. ആദ്യം ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പരുത്തി പിണ്ണാക്കാണ് യൂസ് ചെയ്യണേ. ഇതാണ് പരുത്തി പിണ്ണാക്ക്. ഈ പരുത്തി പിണ്ണാക്കിൽ നല്ല വലുപ്പത്തിലുള്ള പിണ്ണാക്കുകളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിടണം, വളരെ നല്ലതും. കാരണം ഇങ്ങനെ പെട്ടെന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഒടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാറ് കേട്ടോ. അങ്ങനെ പരുത്തി പിണ്ണാക്ക് നമ്മൾ ഒടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കടലപ്പിണ്ണാക്കാണ് കേട്ടോ. നല്ല കനം കുറഞ്ഞിട്ടുള്ള നല്ല കടലപ്പിണ്ണാക്ക്. അപ്പോൾ ആ കടലപ്പിണ്ണാക്കും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെയും അടുത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ തേങ്ങാപ്പിണ്ണാക്കാണ്. അപ്പോൾ ഈ തേങ്ങാപ്പിണ്ണാക്കും നമ്മൾ ചെമ്പേട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് അതിൻ്റെ മേലിൽ ഈ പിണ്ണാക്കുകളുടെയൊക്കെ മേലിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർത്തു കേട്ടോ. ഇതുപോലെ പിണ്ണാക്കളുടെ മേലിൽ വെള്ളം ഒരു ലെവലിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വയ്ക്കും. അപ്പോൾ ഇത് കുതിർന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ആട്ടിൻകൂട്ടിലെ മറ്റ് പണികളൊക്കെ ഉണ്ട്. അതായത് ആടിനെ കറക്കുക, കൂട് വൃത്തിയാക്കുക, പുൽക്കൂട് പ്ലാവിലത് കെട്ടിയുള്ള പുൽക്കൂട് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള പണികൾ നമ്മൾ ചെയ്ത് തീർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ പോകുന്ന ആടിനെ കറക്കാൻ പോവുകയാണ്. നമ്മുടെ ഞാറക്കൂറക്കാരി കേട്ടോ. ഞാറക്കൂറക്കാരിനെയും നമ്മുടെ സുന്ദരിനെയും നമ്മളിപ്പോൾ കറവിയുണ്ട് കേട്ടോ. അങ്ങനെ ആടുകളെ നമ്മൾ കറന്നെടുക്കണേ കേട്ടോ, നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല കൊതുക് ശല്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു പുക കൊടുക്കാറുണ്ട് ആട്ടുംകൂട്ടിൽ. ഇങ്ങനെ പുകയ്ക്കുമ്പോൾ നമുക്ക് കൊതുകിൻ്റെ ശല്യം വളരെ ഒരു പരിധി വരെയല്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ആട്ടുംകൂട് മൊത്തം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളുടെ തീറ്റ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുണ്ട് നമ്മുടെ പരുത്തി പിണ്ണാക്കാണത്. പരുത്തി പിണ്ണാക്കും കടലപ്പിണ്ണാക്കും തേങ്ങാപ്പിണ്ണാക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ കുതിർന്നിട്ട് ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് അല്പം കഞ്ഞിയാണ്. അപ്പം നമ്മൾ വൈകുന്നേരം കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി കാലത്തും പകുതി വൈകുന്നേരവും അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ കഞ്ഞി കൊടുക്കാറ്. അധികം കഞ്ഞി ആവാനും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വെള്ളത്തിൻ്റെ ഒരു കൊഴുപ്പിനും എല്ലാത്തിനും വേണ്ടിയാണ് കുറച്ച് കഞ്ഞി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കഞ്ഞി കൊടുത്തതിന് ശേഷം നമ്മൾ ചോളത്തവിട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. നമ്മൾ ചോളത്തവിട് ഇടും. ചില സമയത്ത് ചോളത്തവിട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉഴുന്നും തവിട് കിട്ടാറുണ്ട്, ഉഴുന്നും തവിട് ഇടും. ചിലപ്പോൾ രണ്ടും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കുറച്ച് ചോളത്തവിടും കുറച്ച് ഉഴുന്നും തവിട് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചോളത്തവിട് ഇട്ടതിന് ശേഷം നമ്മൾ കല്ലുപ്പ് നമ്മൾ കുറച്ച് ആഡ് ചെയ്യാറ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കല്ലുപ്പും നമ്മൾ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ കൈയും കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ പല പല പിണ്ണാക്കായാലും തവിടുകളും പലതായി കുറച്ച് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആടുകൾക്ക് നല്ല എല്ലാ മേഖലയിൽ നിന്നുള്ള കാൽസ്യം അതിൻ്റെ ഗുണവും കാര്യങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പല കമ്പനികളുടെയും തീറ്റകൾ മാറി മാറി പരീക്ഷിച്ചിട്ടും എനിക്ക് നല്ല റിസൾട്ട് ഈ ഒരു തീറ്റ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതിട്ടതിലേക്ക് നമ്മൾ കുറച്ച് ചൂടും വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിത് ചൂടും വെള്ളം കൂടിയും അതിലേക്ക് ആഡ് ചെയ്തിട്ടോ. ഇനി ഇതിപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടൊന്ന് ക്രമീകരിക്കണം. ഞാൻ എൻ്റെ ആടുകൾക്ക് കൊടുക്കുന്നത് ഒരു ഇളം ചൂടോട് കൂടിയിട്ടാണ് ഞാൻ വെള്ളം കൊടുക്കാറ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഈ ചെമ്പേട്ടിയിൽ നിന്ന് മറ്റൊരു ചെമ്പേട്ടിയിലേക്ക് ഒന്ന് പകർത്തുക. അപ്പോൾ നമ്മുടെ ഈ വെള്ളവും അടിയിലുള്ള നമ്മുടെ അടിഞ്ഞു കിടക്കുന്ന തീറ്റി എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആവും. പിന്നെ നമ്മൾ കണ്ടമാനം വെള്ളം യൂസ് ചെയ്യാറില്ല, ചെറു കൊഴുപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ ആടുകൾക്ക് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് ചൂടെല്ലാം ക്രമീകരിച്ചതിന് ശേഷം 3 ചെമ്പേട്ടികളാക്കി നമ്മൾ തിരിക്കുകയാണ്. ആദ്യം ഒഴിക്കുന്നത് നമ്മുടെ പുല്ലന് വേണ്ടിയിട്ടാട്ടോ, അവനുള്ള വെള്ളമാണ്. പിന്നെയുള്ളത് നമ്മുടെ ശൃംഗാരിക്കും നമ്മുടെ പാണ്ടിക്കുട്ടിക്കും. പിന്നെ ഈ വലിയ ചെമ്പേട്ടിയിലുള്ളത് നമ്മുടെ ഞാറക്കുറക്കാരിക്കും സുന്ദരിക്കും. അപ്പോൾ നമ്മുടെ പെട്ടകൾക്കെല്ലാം 2 പേർക്ക് ഒരു ചെമ്പേട്ടിയിൽ നിന്ന് വെള്ളം. അപ്പോൾ ഇവർ പെട്ടെന്ന് 2 പേര് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് മത്സരിച്ച് വളരെ പെട്ടെന്ന് അവർ വെള്ളം കുടിച്ച് തീർക്കാനുള്ള ഒരു ഇത് കാണിക്കും കേട്ടോ. അതുകൊണ്ട് ആടുകൾ പെട്ടെന്ന് വെള്ളം കുടിക്കുകയും ചെയ്യും. ആ ഒരു ഇതിലാട്ടാൻ പറ്റുക. പിന്നെ പുല്ലന് നമ്മൾ
പിന്നെ പുൽക്കൂട്ടിൽ വെച്ച് കൊടുക്കാറില്ല. കാരണം അവൻ്റെ ആ വെള്ളം കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ കടിച്ച് ചെമ്പേറ്റി മറിക്കുന്നൊരു സ്വഭാവം കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം മറിച്ച് കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ അവൻ്റെ കൂടെ നിന്നിട്ടാണ് അവനെ കുടിപ്പിക്കാറ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ആടുകളുടെ മുമ്പിലേക്കും നമ്മുടെ ചെമ്പേറ്റിയിൽ വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ കുടിക്കണം നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുകൊണ്ട് പുല്ലനെ നമ്മൾ ഈ ഒരു രീതിയിൽ നിർത്തിയിട്ടാണ് അവന് കൊടുക്കാറ്. അവനും അതുപോലെ നമ്മുടെ പെട്ടകളുടെ സെക്ഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ശൃംഗാരിയും പാണ്ടിക്കുട്ടിയും ഞാറക്കുറക്കാരിയും അതുപോലെ സുന്ദരി എല്ലാവരും വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നമ്മളിതുപോലെ പല പിണ്ണാക്കുകളും എല്ലാം ആഡ് ചെയ്ത് ഇങ്ങനെ തവിടും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഒരുപാട് നമ്മളെ ആൾക്കാർ വീഡിയോ കാണുന്നവർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്ത് കൈത്തീറ്റിയ കാര്യങ്ങളൊക്കെ കൊടുക്കണേന്ന് ഒരുപാട് പേര് നമ്മളോട് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. ഞാൻ പല കമ്പനികളുടെയും തീറ്റകളെല്ലാം മാറി മാറി നോക്കിയിട്ടും എനിക്ക് അത്ര റിസൾട്ട് ഈ ഒരു മെത്തേഡ് കൊടുത്തപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.